അത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൂവിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സിനിമ കാണാൻ വരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ തന്നെ വന്നത്. കാരണം ഇതൊരു ഫാൻറ്റസി പോലത്തെ ഒരു സിനിമയാണ്. ലിജോയുടെ ഒരു മേക്കിംഗ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമാണ്, ഞാൻ ലിജോയുടെ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. താങ്ക് യു. നല്ല മൂവിയാണ്. ഡിഫറെൻറ്റ് മൂവിയാണ്. ആർട്ട് വർക്കൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എനിക്കൊന്ന് സെക്കൻഡ് ഹാഫാണ് കുറേ കൂടെ അട്രാക്റ്റീവായിട്ട് ഉള്ളത്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. നല്ല ഫിലിം. ലാലേട്ടൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ആൻഡ് നല്ല വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണേണ്ട സിനിമ. വെരി നൈസ് കേട്ടോ. Speak also. Okay. I think I know what is gonna be in the second part. Okay. Okay. Very nice. Okay, thank you. മൂവി സൂപ്പർബായിരുന്നു. എന്നാൽ ലിജോ ജോസ് അദ്ദേഹത്തിൻ്റെ മൂവി എപ്പോഴും ഭയങ്കര ഡിഫറെൻറ്റ് ജോണേഴ്സിൽ ഡിഫറെൻറ്റ് മൂവീസാണല്ലോ എടുക്കുന്നത്. അപ്പം ഒരുപാട് പ്രതീക്ഷയിലാണ് കണ്ടതും. എൻ്റെ സെക്കൻഡ് പാർട്ടും ഉള്ളതെന്ന് പറഞ്ഞത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും സൂപ്പർബായിട്ട് എനിക്കിഷ്ടമായത് ഡയറക്ഷനപ്പുറമായിട്ട് എൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. മധുജി സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്രെയിമും ഗംഭീരമായിട്ടുണ്ട്. ആൻഡ് പ്ലസ് ആർട്ടും എല്ലാം നല്ലതാണ്. മ്യൂസിക് എല്ലാം മൊത്തത്തിലൊരു എക്സ്പെക്റ്റ് ചെയ്ത മാതിരി തന്നെ ഇറ്റ്സ് നല്ല സൂപ്പർ മൂവി. ലിജോയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസെപ്ഷനിൽ ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാ മൂവീസും ഒന്നിനൊന്നിനും വ്യത്യസ്തമാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. രസമാണ്. ഒരു ഫാൻറ്റസൈസിങ് ഒരു എലമെൻ്റുള്ള നല്ലൊരു മൂവിയാണ്. സൂപ്പർ. കണ്ടു നോക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആകേണ്ട ഒരു മൂവി തന്നെയാണ്. അതിൻ്റെ ഫ്രെയിമിങ്ങും എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. Hello.